ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഊട്ടി യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ കോഴിക്കോട് നിന്ന് ഷൊർണൂർ വരെ ട്രെയിനാണ് പോയത്. അവിടെ എത്തിയതിന് ശേഷം KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സിന് ഊട്ടിയിലേക്ക് പോകാനാണ് പ്ലാന്. അന്ത്യോദയ എക്സ്പ്രസ് ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ തിരക്കെല്ലാം കുറവായിരുന്നു, സീറ്റെല്ലാം കിട്ടീനി. അങ്ങനെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലെത്തി. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ പോകുന്ന ബസ് കണ്ടക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ബസ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് വരൂല, അടുത്ത ജംഗ്ഷനിലേക്ക് പോകാനാ പറഞ്ഞത്. അപ്പം നമ്മൾ അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ 5 മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു. അവിടെ എത്തി, ആരും ഉണ്ടായിരുന്നില്ല, രാത്രി ആയതുകൊണ്ട്. നമ്മളവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അപ്പം നമുക്ക് പോകേണ്ട ബസ് വരുന്നുണ്ട്. 3:15 എത്തുന്ന പറഞ്ഞ ബസ് 3:45 എത്തി. നമ്മൾ ബസ്സിലേക്ക് കയറി. എല്ലാവരും നല്ല ഉറക്കാന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ സീറ്റിൽ ഇരുന്നു. നമ്മൾ ആദ്യത്തെ സ്വിഫ്റ്റ് ബസ് യാത്രയാണ്. എന്തായാലും സൂപ്പർ ബസ്സിൻ്റെ നല്ല ലൈറ്റും സെറ്റപ്പ് എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഉറങ്ങി. ബസ്സെല്ലാം നല്ല അടിപൊളിയാണ്. പുഷ് ബാക്ക് സീറ്റാണ്. പിന്നെ ഫോൺ ചാർജിങ് പോർട്ടൊക്കെ ഉണ്ട്. ഓൺലൈൻ KSRTC.com സൈറ്റിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഷൊർണൂരിൽ നിന്നും ഊട്ടിയിലേക്ക് 301 രൂപയാണ് ഒരാൾക്ക്. ബസ് ഷൊർണൂർ, പട്ടാമ്പി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, വഴിക്കടവ്, നാടുകാണി ചുരം വഴിയാണ് ഊട്ടിയിലേക്ക് പോകുന്നത്. നമ്മൾ പോകുന്ന ബസ് നാടുകാണി ചുരം കയറലായി. 2 സൈഡിൽ നിന്ന് ഫുൾ കാടെല്ലായിട്ട് മലയും പിന്നെ മരങ്ങളെല്ലായിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് 2 സൈഡിലും. പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നവരും തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്.
നമ്മൾ ഊട്ടിയിലെത്താനായി. 7:20 ഊട്ടി എത്തും എന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കാണിച്ചേ. എങ്കിലും ഇപ്പോൾ 10 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഊട്ടി എത്തിയത്. ഇടയ്ക്ക് എല്ലാവർക്കും ചായയെല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് ബസ് നിർത്തി തന്നിട്ടുണ്ടായിനി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.